നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടകളുടെ നഗരമായ ട്രിവാൻഡ്രത്തിൻ്റെ പടിഞ്ഞാറേ കോട്ടവാതിലിൻ്റെ മുന്നിലാണ്. ഈ കോട്ടവാതിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു സാംസ്കാരിക മുദ്രയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ റാണി ഗൗരി പാർവതി ഭായിയാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഒരു കൊളോണിയൽ സ്റ്റൈൽ നിർമ്മിതിയാണിത്. പിന്നീട് കോട്ട റിനോവേറ്റ് ചെയ്തിരുന്നു. ഈ കോട്ട വഴിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് പുറത്തെഴുന്നള്ളി ശംഖുമുഖം ഭാഗത്തേക്ക് പോകുന്നത്. കോട്ടവാതിൽ പിന്നിട്ട് നമുക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താം. നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തിന് ആ പേര് നൽകിയ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. പുരുഷന്മാർ ഷർട്ട് ഇടാതെ വേണം അകത്ത് കയറാൻ. അമ്പലത്തിൻ്റെ കോട്ട മതിൽ കാണാം. ഇതാണ് വടക്കേ നട. കിഴക്കേ കോട്ട. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പണിത കോട്ടയാണിത്. ഇവിടെ നിന്നും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം കാണാനാവും. ഇപ്പോൾ നമ്മളുള്ളത് പത്മതീർത്ഥക്കുളത്തിൻ്റെ മുന്നിലാണ്. പത്മതീർത്ഥക്കുളത്തിനക്കരെ തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രം കാണാം. കോടാനുകോടി വരുന്ന നിധി ശേഖരം കൊണ്ടും ദുരൂഹതകൾ കൊണ്ടും ലോകപ്രശസ്തമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഹിന്ദു ക്ഷേത്രമായി ഇത് കണക്കാക്കുന്നു. കുളത്തിൽ നിരവധി മീനുകളുണ്ട്. ഈ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ സന്ദർശകർക്കും അവസരമുണ്ട്. മീൻ തീറ്റ ഇവിടെ വാങ്ങാൻ കിട്ടും. ക്ഷേത്ര ഭരണസമിതി തിരുവിതാംകൂർ രാജകുടുംബമാണ്. തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാൾ രാമവർമ്മയാണ് ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ട്രസ്റ്റി. നിരവധി വീഡിയോകളിൽ കണ്ടിട്ടുള്ള അമ്പലത്തിൻ്റെ കിഴക്കേ നട ഇതാണ്. 1566-ലാണ് ഈ ഗോപുരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 100 അടി ഉയരമുള്ള 7 നില ഗോപുരമാണിത്. അനന്തൻ്റെ മുകളിൽ യോഗനിദ്രയിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്നു തിരുവിതാംകൂറിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രം.